ഗൈസ്, ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നവർക്ക് ഭക്ഷണം ഒരു പ്രശ്നമായിരിക്കും അല്ലേ? അതുകൊണ്ട് സെൻറ്റർ ഓഫ് ദ സിറ്റി നമ്മുടെ സ്വന്തം ഇന്ദിരാനഗറിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഉപ്പുമാവിൻ്റെ ഇംഗ്ലീഷ് കിട്ടാത്തപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പേര് സാൾട്ട് മാംഗോ ട്രീ, അതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ദേ പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തു നിൽക്കുന്ന ഈ മാവിൻ്റെ കുളിര്, ഒപ്പം തിരക്കിലൂടെ ഒഴുകുന്ന ബാംഗ്ലൂർ സിറ്റി, അതിൻ്റെ മധ്യത്തിൽ ഈ ടെറസിലിരുന്ന് ഒരു ഉച്ചയൂണ്, അതൊരു പ്രത്യേക സുഖമാണ്. ഇനി നമുക്ക് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അവർ നമുക്ക് കരിങ്ങാലി വെള്ളമാണ് തന്നത്, ചൂടുവെള്ളമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മലബാർ ബിരിയാണി ആയിരുന്നു. ചിക്കനും നമ്മുടെ കൈമ റൈസും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അത്. പിന്നെ പൊറോട്ടയും വറുത്തരച്ച ചിക്കൻ കറിയും. ഈ പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, നല്ല സോഫ്റ്റാണ്, നല്ല മുരിഞ്ഞ പൊറോട്ട. അത് എല്ലായിടത്തും നമുക്ക് ഇതുപോലെ തന്നെ പൊറോട്ട കിട്ടില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് ഒരു മിനി സദ്യയായിരുന്നു. കാളൻ അത്ര പോരാ, പിന്നെ ബീട്രൂട്ട് പച്ചടി നല്ലതായിരുന്നു, അവിയൽ സൂപ്പറായിരുന്നു, പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നില്ല, എരിശ്ശേരി ആയിരുന്നു, അതും ഓക്കെ. എരിശ്ശേരിയും കാളനും ഓക്കെ എന്ന് പറയാം, അത്ര ഭയങ്കരം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സാമ്പാർ വളരെ നല്ലതായിരുന്നു, അവിയൽ സൂപ്പറായിരുന്നു. പിന്നെ പായസം, 2 തരം പായസം, 2 പായസവും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവർ പപ്പടം, അച്ചാർ അതൊക്കെ തരുന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ ഊണ്. എന്തായാലും നമുക്ക് ഇവിടെ ബാംഗ്ലൂരിലെ തിരക്കിൽ പെട്ടെന്ന് നമുക്ക് നാട്ടിലെ ഒരു കല്യാണ സദ്യയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിയൻസിന് വരാൻ പറ്റുന്ന ഒരു ഹോട്ടലും കൂടിയാണിത്. ഉണക്കമുന്തിരിയൊക്കെ ഇട്ട ഈ ബീട്രൂട്ട് അച്ചാറും ഈ ചമ്മന്തിയും വളരെ നല്ലതായിരുന്നു. ഇതിൻ്റെ കൂടെ സാലഡും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലം മിസ്സാക്കരുത്, കോർണർ ഹൗസ്. അവിടെ നിന്ന് ഒരു 200 മീറ്റേഴ്സ് നടന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഒരു ഐസ്ക്രീം കട എന്നതിനേക്കാൾ ഉപരി തലമുറകളായി ബാംഗ്ലൂരിയൻസിൻ്റെ മധുരമായിട്ടുള്ള ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോർണർ ഹൗസ്. 1982 ആരംഭിച്ച ഈ ഐക്കോണിക് കടയിൽ എന്നും തിരക്കാണ്. പക്ഷേ മറ്റുള്ളവരുടെ പ്രൈവസി മാനിച്ച് ഞാൻ അവരുടെ ഒന്നും മുഖം വരാത്ത രീതിയിലാണ് എല്ലാം എടുത്ത് കാഴ്ചകളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവിടുത്തെ സിഗ്നേച്ചർ ഡിഷാണ് ഡെത്ത് ബൈ ചോക്ലേറ്റ്. പേര് പോലെ തന്നെ മരണ രുചിയായിരുന്നു. ഐസ്ക്രീം തിന്ന് നമുക്കങ്ങ് മരിക്കാം. അപ്പം ഒരു ബൗൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് വയറ് നിറച്ച് കഴിക്കാം. അതുകൊണ്ട് 3 പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും 3 എണ്ണം വാങ്ങരുത്. 1 വാങ്ങിയാൽ തന്നെ എല്ലാവർക്കും തികയും, അത്രയും ടേസ്റ്റുമാണിത്. ജെൻസി പിള്ളേരാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അവരിൽ ചിലർ റോസാപ്പൂവൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവരിൽ പലരും ഒരു റോസാപ്പൂവും കൊടുത്ത് ഒരു ഐസ്ക്രീമും ഇങ്ങനെ കഴിച്ച് ഇവിടെ നിന്നാണത്രേ അവരുടെ ഫസ്റ്റ് ഡേറ്റ് തുടങ്ങാറ്. ബാംഗ്ലൂരിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരെയും ഹൃദയം നിറഞ്ഞങ്ങ് സ്വീകരിക്കും, മനസ്സ് നിറച്ചേ പറഞ്ഞു വിടാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് അറിയണമെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ഈ ഒരു രുചി കൂടി അറിയണം. മലയാളി ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ. ബാംഗ്ലൂരിൻ്റെ നല്ല രുചികളുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.